ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രാവിലെ തന്നെ ധൃതി വെച്ച് അടുക്കള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കാണേ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ്. മസാല ദോശക്കുള്ള സവോളയൊക്കെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണെ. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചു. പിന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഞാൻ ഇച്ചിരി മഞ്ഞളും ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം ഇതിനകത്തോട്ട് ഒരു ശകല ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, സവോള ഒന്ന് വഴറ്റി കിട്ടാനായിട്ട്. സവോളയും കൂടെ ഒന്ന് വഴന്ന് കിട്ടിയാൽ എന്നിട്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം. പിന്നെ അതിനകത്ത് ചേർക്കുന്ന വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ സവോളയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് വഴറ്റാനായിട്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പൊ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ 2-4 ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതും മപ്പാസ് കറിയുടെ ചീമച്ചക്ക, അതായത് കടച്ചക്ക മപ്പാസ് കറിയുടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും അതിനകത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് മുളക് പൊടി എന്നെ ചേർക്കത്തില്ല. നമ്മൾ മപ്പാസ് വെക്കുന്നതിന് മുളക് പൊടി ചേർക്കത്തില്ല. മുളക് പൊടി മഞ്ഞളും അങ്ങനെ ചേർക്കുന്നത് നമ്മുടെ ഈ വെജിറ്റബിൾ മസാലപ്പൊടിക്കകത്ത് ശകലം മഞ്ഞളും എല്ലാം കൂടെ ചേർന്നാണ്. അതുകൊണ്ട് വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നതിന്. അല്ലെങ്കിൽ മപ്പാസ് വെക്കുന്നതിന് മല്ലിപ്പൊടി ചേർക്കത്തുള്ളൂ കേട്ടോ, ഇത് ചേർക്കത്തില്ല, മുളക് പൊടി ചേർക്കത്തില്ല. പിന്നെ എന്നോട് ആരായിരുന്നു, ഞാൻ പേര് ഞാൻ പിന്നെ പറയാം കേട്ടോ, പേര് നോക്കണം ഒന്നും കൂടെ. മറവിയുടെ അസുഖം ഉണ്ടെന്നേ, അതുകൊണ്ട് മറന്നുപോകും. ചീമപ്ലാവില് എന്നതാ ചെയ്തതെന്ന് ചോദിച്ചാണല്ലോ. സത്യം പറഞ്ഞ അതിനൊന്നും ചെയ്തതല്ലെന്നേ. അതിന് ജയചേച്ചി എന്നോട് പറഞ്ഞു ചീമപ്ലാവിനെ ചെന്നൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞു. വാക്കത്തിയും കൂടെ എണീച്ച് പറയാ, ചീമപ്ലാവ് നീ ഈ പ്രാവശ്യം കൂടെ കായ്ച്ചില്ലെങ്കിൽ നീ ഞാൻ വെട്ടിക്കളയും എന്നൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞു. ചീമപ്ലാവിനെ ഞാൻ പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കാലിനാണ് പണി കിട്ടിയത്. പിന്നെ ഒരു മാസത്തേക്ക് കാല ക്ലാസ് കിട്ടിയാൽ ഇരിക്കുമായിരുന്നു. ചീമപ്ലാവിന്റെ പ്രാക്കാണോ എന്നാന്ന് എനിക്കറിയാൻ മേല. എന്നാലും എനിക്കിത് പണി കിട്ടി. പക്ഷെ എന്നാലും ചീമപ്ലാവ് കായ്ക്കുകയും ചെയ്തു ഈ പ്രാവശ്യം കേട്ടോ. ഇതുവരെ അത് കായ്ച്ചിട്ടില്ലായിരുന്നു. 3 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ് ബഡ് തൈ മേടിച്ച് വെച്ചതാ. 3 കഴിഞ്ഞു. പിന്നെ ഞാൻ അതിന് നമ്മുടെ ചീമപ്ലാവിൻ ഇതിന്റെ കൊന്നയില്ല, കൊന്നച്ചവർ, അതും ചാണകവും കൂടെ, പച്ചച്ചാണകവും കൂടെ അതിന് ചോട്ടി വെച്ച് കൊടുത്തായിരുന്നു. കൊന്നച്ചവർ അറിയാൻ മേലാത്തവർക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കൊന്ന എന്നാന്നുള്ളത്. ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും. ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഓരോ പേരായിരിക്കും അതിന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് കൊന്ന കാണിച്ചത്. നമ്മുടെ ഈ വെയിലിക്കൊക്കെ നടത്തില്ലേ കൊന്ന, അതാണ് അതിന്റെ ഇലയും അതിന്റെ തോലും എല്ലാം വെക്കാം കേട്ടോ. ഞാനതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് വെട്ടി പിടിച്ചേരി ഇട്ടോട്ടിടുമായിരുന്നു. അതാണ് ചെയ്തത്, അത് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഭീഷണിപ്പെടുത്തി, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ മസാല ദോശയ്ക്ക് ഞാൻ ഈ വെജിറ്റബിൾ മസാലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയൊക്കെ ഉള്ള ചില സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കും. ഇന്ന് പക്ഷെ വെളുത്തുള്ളി ഞാൻ അരച്ചിട്ടില്ല. ഇന്നതൊരു കുഞ്ഞതായിട്ട് അരി ഇതിൻ്റെ കൂടെ ചേർത്തേക്കാണ്. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർക്കെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കഴിക്കില്ലാത്തവർക്ക് അത് ഉള്ളിലോട്ട് ചെല്ലുകയും ചെയ്തോളൂ. ഇപ്പം ഉരുളക്കിഴങ്ങ് തന്നെ വേവിച്ച് വെച്ചേക്കുവാണ്. ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ ഒന്ന് ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇട്ട വീഡിയോസിനാണ്, ഇപ്പോൾ 2-3 ദിവസങ്ങൾക്കൊക്കെ മുന്നേ ഇട്ട വീഡിയോസ് ഇപ്പോഴും കണ്ടിച്ച് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപാട് താങ്ക്സ്. അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അവരോടും ഒക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട്, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, കിച്ചൺ ടിപ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഉൾപ്പെടുത്തി എഴുതാണ്. അല്ലാതെ ബ്യൂട്ടി ടിപ്സ് മാത്രമോ അല്ലെങ്കിൽ കിച്ചൺ ടിപ്സ് മാത്രമോ അങ്ങനെയല്ല കേട്ടോ. എല്ലാം കൂടെ ചേർത്തുള്ളൊരു വീഡിയോ ആണ്. കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അത് വരുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈ കുക്കിംഗ് ഒന്നും കേട്ടോ. നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ നാടൻ കറികളും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും ഇവിടുത്തെ അടുക്കളയിൽ. പിന്നെ ചിലപ്പോഴൊക്കെ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുന്നത്. എന്നാലും നമുക്ക് താങ്ങാൻ പറ്റുന്ന വെറൈറ്റി ഒക്കെ ഉള്ളൂ. അല്ലാതെ അതിനേക്കാൾ ഒരുപാട് മുന്നോട്ടുള്ള ഒരു സാധാരണ കുടുംബം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാൻ. ചെയ്തൊന്ന് വഴറ്റിയൊക്കെ എടുക്കട്ടെ. ഇപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാലയെല്ലാം റെഡിയാക്കി. ഇനി ദോശ കനം കുറച്ചെടുക്കുക.
നമ്മുടെ ദോശയൊക്കെ മുരിഞ്ഞു. ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് നല്ലപോലെ ആ കുക്കറി ഇട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴയ്ക്കും കേട്ടോ. കുഴച്ച് വെച്ചാണ് ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷമാണ് ദോശയിലിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ ഇന്നും ഒരു ബ്യൂട്ടി ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് മുഖത്തിന് ഒരു കറുപ്പൊക്കെ വരത്തില്ലേ, അങ്ങനെ വരികയൊക്കെ ചെയ്യുമ്പം അത് മാറുന്നതിനായിട്ടുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് നമ്മുടെ കറ്റാർ വാഴ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, തൈയൊക്കെ ഉണ്ട്. ഞാൻ കുറേ പറമ്പിലും ഒക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ മേടിച്ച് ചിലർ പറഞ്ഞൊക്കെ ഇത് അളിഞ്ഞു പോകുന്നത്. മഴ സമയത്തൊക്കെയാണ് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടുപോയി നട്ട് വെക്കുമ്പോൾ അളിഞ്ഞു പോകുന്നത്. വേനൽക്കാലത്ത് വെച്ച് പിടിപ്പിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കറ്റാർ വാഴയുടെ ഇത് ഞാൻ തണ്ട് മുറിച്ചെടുത്തിട്ട് ഇതുണ്ട് ഇതുപോലൊരു തുണിയിലോ, ഇതുണ്ട് ഇതിൻ്റെ കറ കേട്ടോ, തുണിയിലോ അല്ലെങ്കിൽ എന്നതിനെന്തെങ്കിലും ഇതിങ്ങനെ ഒന്ന് ചാരി ഇങ്ങനെ വെച്ചാൽ മതി. ആ കറ മൊത്തം ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇതിനകത്ത് ഈ മഞ്ഞ കളറിൽ കാണുന്ന സംഭവമില്ലേ, ഇതാണ് നമ്മുടെ മുഖം ചൊറിയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ചിലർ പറയത്തില്ല കറ്റാർ വാഴ എനിക്ക് പിടിക്കത്തില്ല, മുഖം ചൊറിയുന്നു എന്ന് പറയത്തില്ലേ, ഇതാണ്. അതുപോലെ നമ്മൾ തലയിൽ തേക്കുമ്പോഴും ഇതിൻ്റെ ഈ മഞ്ഞ കളർ കളഞ്ഞിട്ട് വേണമെങ്കിൽ തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ താരം. കറ്റാർ വാഴ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ ബാക്കി വേണ്ടത് പാല്, തേന്, മഞ്ഞൾപ്പൊടി, പിന്നെ അരിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പം ഞാൻ മുഖം എല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ തുണി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ കഴുത്തെ ചെയ്തില്ലല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കഴുത്തെ ചെയ്യാതെ മുഖത്ത് മാത്രം ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ചോദിക്കത്തില്ലേ നിങ്ങൾ എന്തുകൊണ്ട് കഴുത്തെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കത്തില്ലേ. അതുകൊണ്ടാണ് ചോദ്യത്തിനൊന്നും ഒരു പഞ്ഞമില്ല കേട്ടോ. ചോദ്യങ്ങൾ അവർക്ക് എവിടുന്നേലുമൊക്കെ കിട്ടും, അത് അവർ കറക്റ്റായിട്ട് ചോദിക്കുന്നിടത്ത് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കഴുത്തേലൂടെ തേക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പം തുണിയെ പറ്റാതിരിക്കാനായിട്ടാണ്. ഇപ്പം മുഖം നല്ലപോലെ തുടക്കട്ടെ. ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇത്രയും നീളത്തിൽ മുറിച്ചെടുക്കുക. ഞാൻ ഇതിൻ്റെ ചൂടും കൂടെ കണ്ടിച്ചു കളയുന്നുണ്ടേ, അവിടെ ഒരു ശകലം കറുത്തിരിക്കുക. എന്നിട്ട് സൈഡ് രണ്ടും ഇങ്ങനെ അങ്ങ് കളയുക. കളഞ്ഞ് വെച്ച് ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുക. എന്നിട്ട് പിച്ചാത്തി, മുളകരിഞ്ഞ് പിച്ചാത്തി ഒന്നും ചെയ്തേക്കല്ല. അടുക്കള നമ്മൾ വീട്ടമ്മമാരല്ലേ, അടുക്കള കറിക്കരിയുന്ന പിച്ചാത്തി തന്നെ നമ്മൾ ഇതിനൊക്കെ എടുക്കുന്നത്. എടുത്തേച്ച് വല്ല മുളകൊക്കെ അരിഞ്ഞാണ് ഈ പിച്ചാത്തിയും കഴുകിയിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇതുണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ഈ ജെല്ല് നമുക്കിതായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പാല്, ഒരു പാത്രം പിടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയേ. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മുഖം. പിന്നെ പാല് വേണമെങ്കിൽ ഒഴിച്ച് ചെയ്യാവേ. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അലർജി വല്ലതും ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൈയുടെ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തേച്ച് നോക്കിയതിന് ശേഷമേ മുഖത്തിടുള്ളൂ കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ, അല്ലാതെ ഡയറക്റ്റായിട്ട് ഇടരുത് കേട്ടോ. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ. ഇപ്പം ഞാൻ 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞേ. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം 5 മിനിറ്റ് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് തന്നെ മസാജ് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു ഇച്ചിരി നേരം ചോദിച്ച് ഇത്രയും മതി എന്ന് പറഞ്ഞ് വെച്ച് പിന്നെ റിസൾട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഇതുകൊണ്ട് ഇപ്പം മുഖം നല്ലപോലെ ക്ലീനായി. അടുത്തത് ഇതുപോലെ തന്നെ എടുക്കുക. നമ്മളതിൻ്റെ പകുതി പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കുനുകുനാന്നൊന്ന്. ഇതിനകത്ത് ഈ ജെല്ല് നല്ല ഇതായിട്ട് ജ്യൂസി ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് അതിനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കറ്റാർ വാഴ ഉള്ളവർക്ക്
ഇത്രയും വലുതായിട്ടൊക്കെ എടുത്താലും കുഴപ്പമില്ല. എനിക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ചെടുത്താലും മതി കേട്ടോ. ഇനി അരിപ്പൊടി അങ്ങോട്ട് നോക്കി. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് പിന്നെ ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തേ. നമുക്ക് തുടയ്ക്കാം. ഇനി ശരിക്കൊന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ. കഴിഞ്ഞ ദിവസം എന്നോട് ആരാ ചോദിച്ചായിരുന്നു, ഇങ്ങനെ തുണി കൊണ്ട് തുടച്ച് മാറ്റണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കേട്ടോ, കഴുകിയാലും മതി, തുണി കൊണ്ട് തുടച്ച് മാറ്റണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ ഇതും ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ 4 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ 3 സ്റ്റെപ്പായിരുന്നു, ഇത് 4 സ്റ്റെപ്പുണ്ട്. അപ്പം ഇത് മുഖം വാഷ് ചെയ്തിച്ച് വരട്ടെ. എന്നിട്ട് വരും നമുക്കായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് തേന് ഇതിലേക്ക് കുറച്ചൊഴിക്കുക. ഇതും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക, തേനും കറ്റാർ വാഴയും കൂടെ. ഇനി 5 മിനിറ്റ് മസാജ് ചെയ്തേച്ച് വരാവേ. അപ്പം ഞാൻ തേനും കറ്റാർ വാഴയും കൂടെ ചെയ്തും കൂടെ തുടയ്ക്കുകയാണ്. അതും തുടച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജാണ്. ഇതിനകത്ത് ഞാൻ ഇടുന്നത് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞപ്പൊടിയല്ല കേട്ടോ, ഇത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത്. ഇത് എനിക്കില്ലായിരുന്നു കേട്ടോ, എൻ്റെ കയ്യിൽ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് അതിന് ഭയങ്കര കളറല്ല, അത് ശരിക്കും മഞ്ഞളൊന്നും അല്ല, കെമിക്കൽ തന്നെ അതൊക്കെ ചേർന്ന് ഒക്കെ വരുന്നതാണ്. ഇത് ഞാൻ മേടിച്ചെടുന്നെന്ന് ചോദിച്ചാൽ അമലയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നേ. അമലയുടെ വീട്ടിൽ മഞ്ഞളിൻ്റെ ഇതുണ്ട്. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമല കൊണ്ടുവന്ന് വെച്ചിരുന്ന. അപ്പോൾ അമല എടുത്തുകൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അല്ലേ പിന്നെ ഇന്ന് ഇത് ചെയ്യല്ലേ ഞാൻ, ഈ മഞ്ഞളില്ലാതെ ഒറിജിനൽ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് എനിക്ക് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നല്ല മഞ്ഞൾ, വീട്ടിൽ നട്ട മഞ്ഞൾ ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച മഞ്ഞളാണ്, നല്ല സൈസ് മഞ്ഞളാണ്. അങ്ങനത്തെ ഇടാവുള്ളൂ, അല്ലാത്ത സൈസ് മഞ്ഞൾ ഇടരുത്. കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ കൂടി ഇടരുത്, അത് ചിലപ്പോൾ ഒരുമാതിരി മുഖത്തൊക്കെ പന്നൽ ഇതായിട്ട് വരും. ഇത് നല്ല മഞ്ഞളുടെ നല്ല മണമാണ്, ശരിക്കും മഞ്ഞളുടെ മണം തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ചെയ്തത്. ഇനി ലാസ്റ്റ് സ്റ്റേജാണിത്. ഇനി ഇത് നമുക്ക് മുഖത്ത് വെച്ച് കൊടുക്കാതെ. നമ്മൾ തേക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കേട്ടോ. ഞാൻ ഇത് ഓഫ് ചെയ്ത് വെച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് മഞ്ഞളൊക്കെ പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ എടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നേരം ചെയ്യണേ, മറ്റേതെല്ലാം നമുക്ക് 5 മിനിറ്റ് നേരം ചെയ്താൽ മതി. ഇത് 10 മിനിറ്റ് നേരം നമ്മുടെ മുഖത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു 10 മിനിറ്റ് മസാജ് ചെയ്തേ. ഇനി ഇത് തുടച്ച് കളയുവാണേ. കണ്ടോ? അപ്പം ഇത് നമ്മുടെ മുഖത്തിന് നല്ല ഒരു റിസൾട്ടാണ് തരുന്നത്. ഇതും നമുക്ക് ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളും മാത്രമൊക്കെ ചേർത്തൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.